ഇന്നലെ തിരുവട്ടത്തല അമ്പലത്തിൽ നോട്ടീസ് മൊത്തം കിട്ടി. അപ്പോൾ ഇന്ന് തൊട്ട് നോട്ടീസ് കൊടുത്തു തുടങ്ങി. ഇന്ന് നമ്മുടെ സ്ക്വാഡിൽ 4 പേരുണ്ട്. കുറച്ച് കഴിഞ്ഞ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന രജനീഷ് ചേട്ടൻ്റെ മകളെ കൂടി ചേട്ടൻ കൊണ്ടുവന്നു. ഞങ്ങൾ ഇത്ര നേരം നോട്ടീസ് കൊടുത്ത സ്ഥലത്ത് മരങ്ങളും മറ്റും തിങ്ങി നിറഞ്ഞുകൊണ്ട് തണലുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് ദൂരമേ ഉള്ളെങ്കിലും വെയിൽ കാരണം തളർന്നു. നമ്മൾ ഇന്നത്തേക്ക് നോട്ടീസ് കൊടുത്ത് തീരാറായി. ഇനി 2-3 വീടും കൂടെ ബാക്കിയുള്ളൂ. ബാക്കി നാളെയും മറ്റന്നാളും കൊണ്ട് എല്ലാവരും കൂടി ഇറങ്ങി തീർക്കും. ഞങ്ങൾ കണ്ണങ്കര അമ്പലത്തിൻ്റെ മുകളിലത്തെ ലാസ്റ്റ് വീട്ടിൽ നോട്ടീസ് കൊടുക്കാനെത്തിയപ്പോൾ അതിൻ്റെ വഴിയിൽ മൊത്തം ഒരുപാട് നീല ചിത്രശലഭങ്ങളെ കണ്ടു. അങ്ങനെ അതിനെ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ ഫോണിൻ്റെ ക്യാമറ ഓൺ ആക്കിയപ്പോഴേക്കും അത് മൊത്തം പറന്ന് ഇലകളിൽ പറ്റി. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ഇലകൾ മൊത്തം അനങ്ങുന്നത് ചിത്രശലഭങ്ങൾ ഇലകളിൽ പറന്ന് പറ്റുന്നതാണ്. അങ്ങനെ നമ്മൾ തിരുവട്ടത്തല അമ്പലത്തിൻ്റെ അടുത്തുള്ള ഒരു ചെറിയ കടയിൽ കയറി സോഡയും പിന്നെ ഒരു മോരും പറഞ്ഞ് കുറച്ച് റെസ്റ്റ് ചെയ്ത് വീട്ടിലേക്ക് പോയി. ഞാൻ ഇന്നലെ അമ്പലങ്ങളിൽ പോയിട്ട് വന്നിട്ട് രാത്രി 10:30-11 മണി തൊട്ട് 3 മണി വരെ ഇരുന്ന് എഡിറ്റ് ചെയ്ത് ഇന്ന് ഇടാനുള്ള വീഡിയോ ഇപ്പോൾ തുറന്നു നോക്കിയപ്പോൾ രാത്രി ചെയ്ത എഡിറ്റൊന്നും ഇല്ല. എന്ത് പറ്റിയെന്നറിയില്ല. ഞാൻ ഇന്നലെ സേവ് ചെയ്തെന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ ഒന്നേന്ന് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ വൈദ്യങ്കാവ് അമ്പലത്തിലെത്തി. ഇന്ന് 10-ാം ഉദയമാണ്. ഇവിടുത്തെ ലാസ്റ്റ് ദിവസത്തെ ഉത്സവവും കൂടിയാണ്. ഇന്ന് ഇവിടെ സ്റ്റേജ് പ്രോഗ്രാംസും ഘോഷയാത്രയും ഉണ്ട്. ഞാൻ 6-7 ദിവസം മുമ്പ് വന്നപ്പോൾ ഉള്ള ലൈറ്റ്സിനെക്കാട്ടിയും കൂടുതൽ ഇപ്പോൾ ഉണ്ട്. ഞങ്ങൾ കുറച്ച് സ്റ്റേജ് പ്രോഗ്രാം കണ്ടിട്ട് അമ്പലത്തിൻ്റെ പറമ്പൊന്ന് ചുറ്റി. ഇവിടെ നേരത്തെക്കാട്ടും കൂടുതൽ കടകൾ വന്നു. ചെറിയ ഓഡിറ്റോറിയത്തിൻ്റെ അടുത്ത് പുതിയ ദേവിയുടെ ലൈറ്റ് കണ്ടിട്ട് നമ്മൾ ഘോഷയാത്ര എവിടെ എത്തിയെന്ന് അറിയാൻ വേണ്ടി കുറച്ച് നടന്നു പോകുന്ന വഴിയിൽ നല്ല ലൈറ്റ് സെറ്റപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ അതും കണ്ട് നമ്മൾ നടന്ന് ഉല്ലാസ് നഗർ എത്തിയപ്പോൾ അവിടെ ഘോഷയാത്ര എത്തി. ഇവിടുത്തെ ലൈറ്റ്സൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ഈ ലൈറ്റ് നേരെ നോക്കാൻ പോലും പറ്റിയില്ല. കണ്ണ് ഒരുമാതിരിയായി. പിന്നെ താഴെ നോക്കി അപ്പുറത്ത് ഘോഷയാത്ര കാണാൻ വേണ്ടി പോയി. ആദ്യം താലപ്പൊലി വന്നു. പിന്നെ ആനയും പഞ്ചവാദ്യവും. ഇവിടുത്തെ വീട്ടിൽ പറയുണ്ട്. അപ്പോൾ പറയെടുക്കാൻ വേണ്ടി ആനയെ അവിടെ നിർത്തി. ആന പറയെടുത്തതിന് പുറകെ തെയ്യങ്ങളും വന്നു. അവർ പറയെടുത്ത് തൊഴുതിട്ട് പോയി. പുറകെ ബാൻഡ്, അത് കഴിഞ്ഞ് DJ വണ്ടി. എനിക്ക് DJയുടെ കൂടെ കളിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ കൂടെ ആളില്ല. നമ്മളുടെ അമ്പലത്തിൽ DJ വയ്ക്കുമ്പോൾ അവിടെ കളിക്കാനും കഴിയില്ല. അതുപോലെ തന്നെ ഇപ്രാവശ്യം നമ്മുടെ അമ്പലത്തിൽ DJ ഇല്ല. പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് DJ ലൈറ്റും എല്ലാവരും കളിക്കുന്നത് കണ്ടിട്ട് നമ്മൾ തിരിച്ചു. നമ്മൾക്ക് പെട്ടെന്ന് പോകാനുള്ളത് കൊണ്ട് നമ്മൾ കുറച്ച് തെയ്യത്തിൻ്റെ തീ കൊണ്ടുള്ള കളി കണ്ടിട്ട് അമ്പലത്തിലേക്ക് നടന്നു. അവിടെ സ്റ്റേജിൽ പ്രോഗ്രാംസ് നടക്കുകയായിരുന്നു. പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോൾ വഴിയിലെ ലൈറ്റിൻ്റെ കുറച്ച് വീഡിയോ എടുത്ത് വീട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം.
ബൈ.